Hi, hello everyone. Welcome back to the Mallu Show, the number one self-improvement podcast in Malayalam. Good morning, good evening, and ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും I am wishing you a fantastic day and a fantastic week ahead. So, ഇന്ന് ഞാൻ വീണ്ടും ഒരു സ്പെഷ്യൽ എപ്പിസോഡായിട്ട് നിങ്ങളോട് വന്നിട്ടുള്ളത്. This is episode number 25 of the Mallu Show. നമ്മളിപ്പോൾ more than 6 months ആയി എപ്പിസോഡ്സ് ചെയ്യുകയാണ്. And in these more than 6 months, because of all of you, we have achieved so many things. You know, right now, ഒരു 45-ലധികം രാജ്യങ്ങളിൽ നമ്മുടെ ലിസണർഷിപ്പ് ഉണ്ട്. അതുപോലെ തന്നെ ഗാന ടോപ്പ് 10, അതുപോലെ തന്നെ പല രാജ്യങ്ങളിലും ടോപ്പ് ചാർട്ട്സിൽ നമുക്ക് ഇന്ന് ഫീച്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ താങ്ക് യു സോ മച്ച് എവറി സിംഗിൾ വൺ ഓഫ് യു. ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ഓൾ ഓഫ് യു. പ്ലീസ് കീപ് സപ്പോർട്ടിങ്. വി ഹാവ് ടു മേക്ക് എ ലോട്ട് ഓഫ് ഡിഫറൻസ് ടുഗെദർ, റൈറ്റ്? സോ കഴിഞ്ഞ വർഷം ഇതേ ഒരു സമയത്ത് നമ്മൾ കുറേയധികം സ്ട്രഗിൾസിലൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരുന്നത് അല്ലേ. ലൈക്ക് റൈറ്റ് നൗ വെൻ യു തിങ്ക് അബൌട്ട് ഇറ്റ്, ഒരുപാട് ലൈക്ക് കോവിഡ്, അതുപോലെ തന്നെ ജോലി, ഫൈനാൻസസ്, ഒരുപാട് ഇഷ്യൂസ് നമ്മളിങ്ങനെ കടന്നു പോയിക്കൊണ്ടിരുന്നു. ആൻഡ് ദാറ്റ് ടൈം ഓൾസോ വി മൈഡ് ഹാവ് തോട്ട് ഓക്കെ 2020 എന്നുള്ള ഇയർ അങ്ങനെ പോയി, ബട്ട് 2021 വിൽ ബി മൈ ഇയർ എന്നൊക്കെയുള്ള ഒരു പ്രതിജ്ഞയും റെസൊല്യൂഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടാവും. ആൻഡ് വെൻ യു ലുക്ക് ബാക്ക് റൈറ്റ് നൗ, നമ്മുടെ റെസൊല്യൂഷൻസ് പലതും ചിലപ്പോൾ നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ടാവും, ബട്ട് സ്റ്റിൽ എ ലോട്ട് മൈറ്റ് ബി സ്റ്റിൽ പെൻഡിങ്. ആൻഡ് യു മൈറ്റ് ബി തിങ്കിങ് ഓക്കെ 2021 ഇങ്ങനെ പോയല്ലോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ആൻഡ് വെൻ യു ലുക്ക് അറ്റ് 2021 റൈറ്റ് നൗ, വി ഹാവ് അറൌണ്ട് 44 ഡേയ്സ്, വെറും 44 ദിവസം മാത്രമാണ് നമുക്ക് ഈ 2021 ബാക്കിയുള്ളത്. ആൻഡ് നിങ്ങളിപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ റെസൊല്യൂഷൻസ് നോക്കുമ്പോൾ ചിലപ്പോൾ ചിലർ നിൽക്കുന്നുണ്ടാവും ഓക്കെ ഞാൻ കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട്, ചിലപ്പം ചിലർ നിൽക്കുന്നുണ്ടാവും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ബട്ട് സ്റ്റിൽ വേറെവർ യു ആർ, നമ്മൾ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും എല്ലാവരും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും. ലൈക്ക് എങ്ങനെ നെക്സ്റ്റ് ഇയർ അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ളത് തന്നെ എങ്ങനെ ബെറ്റർ ആവാം, എങ്ങനെ ലൈഫിൽ മുന്നേറാം, എങ്ങനെ നമ്മുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യാന്നൊക്കെ ആയിരിക്കും എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും. സോ ഇൻ ദിസ് എപ്പിസോഡ് ഐ എം ഷെയറിങ് യു 7 things, വെറും 7 കാര്യങ്ങൾ ദാറ്റ് വിൽ ലിറ്ററലി ചേഞ്ച് യുവർ ഡൈനാമിക്സ്, ദി എൻറ്റയർ ഡൈനാമിക്സ് ഓഫ് 2022. ആൻഡ് ഞാനത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ദിസ് റിയലി ഹാവ് ഹെൽപ്പ് മീ ഇൻ 2021 ടു ബി എ ബെറ്റർ പേഴ്സൺ ആൻഡ് ടു ഗ്രോ ഇൻ മൾട്ടിപ്പിൾ ആസ്പെക്ട്സ് ഓഫ് മൈ ലൈഫ് ആസ് വെൽ. സോ ഈ കാര്യങ്ങൾ ഞാൻ പറയുന്നതിന് മുന്നേ വെൻ ഐ ലുക്ക് ബാക്ക് അറ്റ് 2020, ഞാൻ പറഞ്ഞിട്ട് 2020 എന്നുള്ളത് നല്ലൊരു വർഷമായിരുന്നു എനിക്ക്. നല്ലൊരു വർഷമായിരുന്നു എനിക്ക് പേഴ്സണലി ആൻഡ് പ്രൊഫഷണലി. പല കാര്യങ്ങൾ പഠിക്കാനും എൻ്റെ അപ്സ് ആൻഡ് ഡൗൺസിലൂടെ കടന്നു പോകാനും അങ്ങനെയുള്ള ഒരുപാട് എക്സ്പീരിയൻസ് എനിക്ക് സമ്മാനിച്ചിട്ടുണ്ട്. ആൻഡ് 2020 ഐ വാസ് കൈൻഡ് ഓഫ് സെയിങ് ഓക്കെ നല്ലൊരു വർഷമായിരുന്നു. പക്ഷേ ഞാൻ 2021 നോക്കുമ്പം ഇറ്റ് ഈസ് ഈവൻ മോർ ബെറ്റർ. And I would say the best year in my life എന്നൊക്കെ വേണമെങ്കിൽ പറയാം. Because I started content creation, podcast തുടങ്ങി, and I met all of you. കുറേ പേരെ മീറ്റ് ചെയ്യാൻ വേണ്ടി സാധിച്ചു. And especially I have hosted 11 guests in this episode. 11 ഗസ്റ്റിനെ നമ്മുടെ പോഡ്കാസ്റ്റിൽ ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ടിയൻ ജവാദ് ക, ഷംനത്ത, അതുപോലെ തന്നെ അൽതാഫ് ക, ഹിബ, ഫറാൻ, പിന്നെ വിഷ്ണു, ഹൈദർ, രാധിക, മിന്നു, മാന്യ, അജ്മൽ, അങ്ങനെ 11 ഗസ്റ്റിന് നമുക്ക് ഹോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ ഇന്നത്തെ എപ്പിസോഡിൽ ആക്ച്വലി ഞാൻ എന്താ ഷെയർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മളോട് ഒരുപാട് വിസ്ഡം, ഒരുപാട് നോളജ് ഷെയർ ചെയ്തിട്ടുണ്ട്. സോ ഐ എം ജസ്റ്റ് കൺസോളിഡേറ്റിംഗ് ഓൾ ദാറ്റ് ആൻഡ് ഐ എം ജസ്റ്റ് മേക്കിംഗ് ദാറ്റ് ഇൻ ടു 7 key points. ആൻഡ് ആ ഒരു കാര്യങ്ങൾ നമുക്ക് എങ്ങനെ നമ്മുടെ ലൈഫിൽ ഇറ്റ്സ് ബീൻ ഹെൽപ്പിംഗ് മീ ബിക്കോസ് ദേ ഹാവ് ടോട്ട് എ ലോട്ട് ഓഫ് തിങ്സ് ആൻഡ് ഐ തിങ്ക് ദിസ് വിൽ ലിറ്ററലി ടേക്ക് us way further in 2022 as well. സോ അതാണ് നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത്. സോ നമ്മൾ ഈ നമ്മുടെ ലൈഫിൽ ഒന്ന് ചിന്തിച്ച് നോക്കുമ്പം, അല്ലെങ്കിൽ നമ്മുടെ 2021 ചിന്തിച്ച് നോക്കുമ്പം 2 പോസിബിലിറ്റിയാണുള്ളത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒന്നെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നുണ്ട് ഓക്കെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ കുറച്ച് ചേഞ്ചൊക്കെ ഉണ്ടായിട്ടുണ്ട്, ബട്ട് അനദർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ മൈറ്റ് ബി തിങ്കിങ് ഓക്കെ ഒന്നും നടന്നിട്ടില്ല, ഞാനൊന്നും അച്ചീവ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ജസ്റ്റ് ദാറ്റ് സംതിങ് ഓർ നത്തിങ് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടോ. ബട്ട് ദാറ്റ്സ് വെരി റോങ്. ബിക്കോസ് നമ്മൾ കുറേ മാറിയിട്ടുണ്ട്. വെൻ യു ലുക്ക് അറ്റ് 2021 ബിഗിനിങ്, ഇപ്പോൾ ഉള്ള 2021 നമ്മളും ചിന്തിക്കുമ്പോൾ വി ഹാവ് ചേഞ്ച്ഡ് എ ലോട്ട്. നമ്മൾ പ്രത്യക്ഷമായിട്ട് പല കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റില്ലായിരിക്കാം, ബട്ട് സ്റ്റിൽ വി ഹാവ് ചേഞ്ച്ഡ് എ ലോട്ട്. നമ്മൾ പല കാര്യങ്ങളും പഠിച്ചു. ആൻഡ് ജസ്റ്റ് തിങ്ക് ഓഫ് ജസ്റ്റ് നമ്മളെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് അനലൈസ് വെക്കുക. അപ്പോൾ നമുക്ക് പല കാര്യങ്ങളും നമുക്കുറിച്ച് തന്നെ പഠിക്കാൻ വേണ്ടി സാധിക്കും. ബിക്കോസ് മാറ്റം എന്നുള്ള വാക്കൊഴികെ ബാക്കി എല്ലാം ചേഞ്ച് ആവും. ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ്, എവറിത്തിങ് അറൗണ്ട് യു ചേഞ്ചസ് എക്സെപ്റ്റ് ദ വേർഡ് ചേഞ്ച്, റൈറ്റ്? ആൻഡ് ഓൾസോ നമ്മൾ പഠിച്ച കാര്യങ്ങൾ, നമ്മൾ ഇവോൾവ് ആയ രീതി എന്നുള്ളത് നമുക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നില്ലായിരിക്കാം. ബട്ട് വെൻ യു ചിലപ്പം കുറേ കാലത്തിന് ശേഷം പല ആളിങ്ങനെ വന്നിട്ട് നമ്മളോട് ഇങ്ങനെ പറയുന്നുണ്ടാവും അല്ലേ, അല്ല നീ ആ കോളേജിലുണ്ടായിരുന്ന ഒരാളല്ല കേട്ടോ, അല്ലെങ്കിൽ നീ ആ 2 വർഷം മുന്നായിരുന്ന ഒരാളല്ല കേട്ടോ, യു ഹാവ് ചേഞ്ച്ഡ് എ ലോട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ആൻഡ് യു മൈറ്റ് ബി തിങ്ക് ഓക്കെ അതൊരു നല്ല കാര്യമാണോ അതൊരു മോശം കാര്യമാണോ. ആക്ച്വലി ഐ ഹാവ് ടോൾഡ് ദിസ് മൾട്ടിപ്പിൾ ടൈംസ്, ബട്ട് ഓൾസോ ഐ എം സെയിങ് ദിസ് വൺസ് അഗെയിൻ. ഈ ചേഞ്ച് എന്നുള്ളത്, അതായത് നമ്മൾ മാറി എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഷുഡ് ബി എ കോംപ്ലിമെൻറ്റ്. ബിക്കോസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്.
ആ മാറ്റത്തിനനുസരിച്ച് നമ്മൾ മാറിയിട്ടില്ലെങ്കിൽ വി വിൽ ബി ഹോൾഡ് അപ്പോൺ, ലൈക്ക് നമ്മൾ എവിടെ എത്തില്ല. സോ വി ഹാവ് ടു ചേഞ്ച്. ആൻഡ് നമ്മൾ ഇനിയും ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുകയാണ്. ലൈക്ക് ആസ് പുതിയ കലണ്ടർ വരാൻ പോവാണ്, ലൈക്ക് നമ്മളൊക്കെ ഇങ്ങനെ ഓരോ ദിവസം മാറിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ ടെക്നോളജീസ്, പുതിയ കാര്യങ്ങൾ, പുതിയ നോളജ്, പുതിയ പല കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് വി ഹാവ് ടു ചേഞ്ച്, റൈറ്റ്? സോ വി ഹാവ് ടു ചേഞ്ച്. ആൻഡ് വേറൊരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് പല ഡൗട്ട്സും പല പ്രോബ്ലംസും വരാം. സോ ദ ഫസ്റ്റ് പോയിന്റ് ഈസ് ദാറ്റ് ചേഞ്ച് എന്നുള്ള വാക്കിനൊഴികെ മാത്രമാണ് ചേഞ്ച് ഇല്ലാത്തത്. സോ ബി അക്സെപ്റ്റിംഗ്, ലൈക്ക് ബി റെഡി ഫോർ ദ ചേഞ്ച്. ആൻഡ് നമ്മൾ ഈ ചേഞ്ച് ഉണ്ടാക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ ട്രൈ ഔട്ട് ആകുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരു പരിണാമം സംഭവിക്കുന്ന സമയത്ത് there will be a lot of problems, there will be a lot of fears, there will be a lot of questions coming in, and you have to understand the second point, and that is problems are inevitable for your growth. അതായത് നമുക്ക് പ്രോബ്ലംസ് എന്നുള്ളത് നമ്മുടെ ഗ്രോത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം തന്നെയാണ്. ആൻഡ് ദ ബെസ്റ്റ് തിങ് ഈസ് ലൈക്ക് നമ്മുടെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള, ലൈക്ക് ദ ബെസ്റ്റ് തിങ് ഇൻ യുവർ ലൈഫ് ഈസ് ഓൺ ദി അതർ സൈഡ് ഓഫ് യുവർ കംഫർട്ട് സോൺ. ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. സോ ഇറ്റ്സ് ലൈക്ക് നമ്മൾ ഈ പ്രോബ്ലംസ് ഉള്ളത് നമ്മുടെ ഒരു ഗ്രോത്തിൻ്റെ ഒരു കാറ്റലിസ്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് നമുക്ക് ഗ്രോത്തിനെ ഒന്ന് ഫാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അത് സഹായിക്കും. അതായത് നമ്മുടെ ഈ ഫിയർ എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇറ്റ്സ് എ ഫീലിംഗ് വെൻ യു ഡോണ്ട് നോ വാട്ട്സ് ഗോണ ഹാപ്പൻ നെക്സ്റ്റ്. അതായത് ഇനിയൊന്ന് സംഭവിക്കുന്നുള്ള നമുക്കറിയില്ല. ലൈക്ക് ഒരു അൺസർട്ടനിറ്റി ഉള്ള സമയത്ത് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു ഇമോഷനാണ് ഫിയർ എന്നുള്ളത്. അപ്പം ഏറ്റവും സിമ്പിളായിട്ടുള്ള അത് ലൈക്ക് ആ ഒരു സംഭവം ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡ്, അല്ലെങ്കിൽ ഒരു വേ, അല്ലെങ്കിൽ ദ ബെസ്റ്റ് വേ എന്നുള്ളത് ഇറ്റ്സ് ആക്ച്വലി ടു ഫേസ് ഇറ്റ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പ്രോബ്ലത്തിലൂടെ കടന്നു പോകുക എന്നുള്ളതാണ്. ലൈക്ക് ബട്ട് മോസ്റ്റ് ഓഫ് ദ ടൈം വാട്ട് വി ഡു ഈസ് ബേസിക്കലി വി ജസ്റ്റ് അവോയ്ഡ് ദോസ് പ്രോബ്ലംസ്. അതിൽ നിന്നൊന്ന് ഒഴിഞ്ഞു മാറുക, അല്ലെങ്കിൽ റൺ അവേ, ലൈക്ക് അതിൽ നിന്ന് ഓടിക്കളയാന്നുള്ള കാര്യങ്ങൾ നമ്മളിപ്പോഴും ചിന്തിക്കാറുള്ളത്. ബട്ട് what that's going to create is basically that's going to make the problems even bigger. അത് വലിയ പ്രോബ്ലങ്ങളിലേക്ക് നമ്മളെ ചിന്തിക്കാനുള്ള ഒരു സംഭവമാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ആൻഡ് ദ ഈസിയസ്റ്റ് തിങ് വി ഹാവ് ടു ഡു റൈറ്റ് നൗ ഇസ് ബേസിക്കലി ഇഫ് യു ഫിയർ, ലൈക്ക് ഇഫ് യു ആർ സ്കെയർഡ് ഓഫ് ഫെയിലിയർ, അതായത് നമ്മുടെ ലൈക്ക് തോൽക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ പേടിയുള്ളതെങ്കിൽ ഫെയിൽ, ജയിക്കുന്നതിനെ കുറിച്ചാണെങ്കിൽ ജയിക്കുക. എന്തിനെക്കുറിച്ചാണോ നമുക്ക് പേടിയുള്ളത്, ലൈക്ക് വാട്ട് ഈസ് അവർ ഫിയർ അബൌട്ട്, ജസ്റ്റ് ഗോ ആൻഡ് എക്സ്പീരിയൻസ് ദാറ്റ്. നമ്മൾ ആ ഒരു എക്സ്പീരിയൻസ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഓക്കെ ഇത് ഇങ്ങനെയാണ്, ഇത് ഇത്രേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഇത് ഇത്രത്തോളം ഉണ്ടാവുന്നത്. ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ then nothing can stop us, because ultimately that experience will teach us a lot of more things than whatever you learn in books or whatever the things. Like you have to experience that, and when you experience that, like നമ്മളിത് എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഇത് ഒറ്റയ്ക്ക് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റണമെന്നില്ല, അല്ലെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഈ പ്രോബ്ലം സോൾവിങ് എന്നുള്ളത് ചിലപ്പോൾ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. ആൻഡ് ദാറ്റ്സ് വെയർ വി റീച്ച് ആ തേർഡ് പോയിന്റ് ഓർ ദ തേർഡ് തിങ് ഇൻ ലൈഫ്, ദാറ്റ് ഈസ് ആസ്ക് ഫോർ ഹെൽപ്പ്. നമുക്ക് നമ്മുടെ കാര്യം നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ വി ഹാവ് ടു ആസ്ക് ഫോർ ഹെൽപ്പ്. ബിക്കോസ് നമ്മൾ ഈ പഴഞ്ചൊല്ലില്ല, അതായത് ഒത്തൊരുമിച്ചാൽ മലയും പോരുന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അതായത് നമ്മൾ ചിലപ്പോൾ നമുക്ക് ഒരു ഹ്യൂമൻ എന്നുള്ള രീതിയിൽ ഒറ്റയ്ക്ക് പല കാര്യങ്ങളും ചെയ്യുന്നതിലൊരു ലിമിറ്റേഷൻ ഉണ്ടാവും. ബട്ട് സ്റ്റിൽ വെൻ വി തിങ്ക് അബൌട്ട് ഇൻ ആസ് എ ഗ്രൂപ്പ് വി ഡോണ്ട് ഹാവ് എനി ലിമിറ്റേഷൻസ്. The possibilities are like endless or limitless എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. Because until and unless we don't speak about what we need, like നമുക്ക് എന്താണ് വേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് നമ്മൾ ആരോടും ചോദിക്കാത്തിടത്തോളം കാലം ആരും നമ്മളെ ചിലപ്പോൾ സഹായിക്കാൻ വേണ്ടി വന്നിരുന്നില്ല. ലൈക്ക് ബിക്കോസ് nobody is kind of able to read our minds, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു തേർഡ് സെൻസ്, അല്ലെങ്കിൽ ലൈക്ക് നോട്ട് ദ തേർഡ് സെൻസ്, ലൈക്ക് സിക്സ് സെൻസ് എന്നുള്ള സംഭവം ഒന്നും നമുക്ക് ആർക്കും ഉണ്ടാവണമെന്നില്ല. റൈറ്റ്? സോ വി ഹാവ് ടു സ്പീക്ക് ഇറ്റ് ഔട്ട്. ആൻഡ് ഡെഫിനറ്റ്ലി നമ്മൾ സംസാരിക്കുമ്പോൾ, നമ്മുടെ ഒരു ഹെൽപ്പിന് വേണ്ടി ചോദിക്കുമ്പോൾ ദർ വിൽ ബി പീപ്പിൾ ഡെഫിനറ്റ്ലി ദർ ടു ഹെൽപ്പ് യു ഔട്ട്. ബിക്കോസ് പീപ്പിൾ ആർ പീപ്പിൾ ആൻഡ് പീപ്പിൾ ആർ ഹ്യൂമൻസ്. ആൻഡ് നമ്മുടെ ഒരു നേച്ചർ പ്രകാരം വി ഓൾ ആർ ലൈക്ക് റിയലി ഗുഡ് പീപ്പിൾ. ആൻഡ് ഓൾ ഓഫ് us റിയലി വോണ്ട് ടു ഹെൽപ്പ് ഈച്ച് അതർ ഔട്ട് ആസ് വെൽ. ലൈക്ക് അല്ലേ, നമ്മളോട് ഒരാൾ ഹെൽപ്പ് ചോദിച്ചാൽ നമ്മളൊരിക്കലും ഇല്ല എന്നൊരിക്കലും പറയില്ല. നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം ലൈക്ക് നമ്മൾ കഴിയുന്നത് ചെയ്തു കൊടുക്കും. ഒന്നും പറ്റില്ലെങ്കിൽ ഒരു നല്ലൊരു ആശ്വാസത്തിൻ്റെ ഒരു വാക്കെങ്കിലും അല്ലെങ്കിൽ റീഡയറക്ഷനെങ്കിലും നമ്മൾ എന്തെങ്കിലും ചെയ്തു കൊടുക്കും. സോ ആസ്ക് ഫോർ ഹെൽപ്പ്. മാത്രമല്ല നമ്മൾ ഇതിലൊക്കെ ഇങ്ങനെ കടന്നു പോകുമ്പം, ആസ് ഐ ടോൾഡ് നമ്മൾ ഇങ്ങനെ ചേഞ്ച് വന്നുകൊണ്ടിരിക്കുകയാണ്, പ്രോബ്ലംസ് ഉണ്ട്, നമ്മളിങ്ങനെ ഹെൽപ്പ് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഒരുപാട് സെൽഫ് ഡൗട്ട് എന്നുള്ള സംഭവം ഉണ്ടാവും. And that's where we reach to our next point, and that is believe in yourself, be you. അതായത് നമ്മളിൽ തന്നെ വിശ്വസിക്കുക. ബിലീവ് ഇൻ അവർ ഡ്രീംസ്, യുവർ ബിലീവ്സ്, യുവർ ഐഡിയാസ്, ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ബിലീവ് ഇൻ യു. കാരണം നമ്മളിൽ വിശ്വസിക്കാതെ നമ്മൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചിട്ടും ചോദിച്ചിട്ടും കാര്യങ്ങളൊന്നും കാര്യമില്ല. ബിക്കോസ് അൾട്ടിമേറ്റ്ലി അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമ്മുടെ ആസ് വി ഓൾവേസ് സേ, നമുക്ക് നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. സോ വി ഹാവ് ടു ബിലീവ് ഇൻ അവർ സെൽഫ്. ദർ ഈസ് it's like you can achieve a lot of things. There is no limit in that, but still the world is going to be against you. When you change, when you believe in yourself, when you are just moving ahead, ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചുറ്റും ഇങ്ങനെ വരാം, ഒരുപാട് ഡൗട്ട്സ്, ഒരുപാട് ഇങ്ങനെ ലൈക്ക് ഏജ്, ജെൻഡർ,
മണി, പവർ, ഫെയിം, പല കാര്യങ്ങളും നിങ്ങൾ റെസ്ട്രിക്റ്റ് ചെയ്തേക്കാം. ലൈക്ക് there will be a lot of questions coming in towards you, and that is when you have to be there for you. You have to believe in yourself and you have to stand up there for you, and that is the next point. That is when everything goes against you. When നിങ്ങൾ ഉദ്ദേശിച്ച ആ ഒരു സംഭവത്തിലേക്ക് നിങ്ങളിങ്ങനെ മുന്നോട്ടിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ, as you get questions, you have to stand up. You have to stand up for yourself. You have to lead by example. And when you do all these two, there'll be definitely a need for hard work as well. അതായത് നമ്മളെല്ലാം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്, എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. And when you do that, as I told, whatever happens, stand up. അതായത് എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും ഞാൻ എണീച്ച് നിൽക്കുന്നുള്ള, I'll try once again and I'll lead by my example. Whatever happens, അത് സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ യു വിൽ ബി ദ നെക്സ്റ്റ് എക്സാമ്പിൾ, റൈറ്റ്? നമ്മൾ ഒരു സംഭവം നടക്കുന്നത് വരെ നമ്മളത് നടക്കില്ല എന്ന് പറയുള്ളൂ. ബട്ട് ഇഫ് ദാറ്റ് ഹാപ്പൻസ്, യു ആർ ദാറ്റ് പേഴ്സൺ ഹു ഡിഡ് ദാറ്റ്, ഓർ യു ആർ ദാറ്റ് എക്സാമ്പിൾ ഫോർ ദാറ്റ്. ആൻഡ് ഫോർ ദാറ്റ് ഡെഫിനറ്റ്ലി വെൻ എവറിത്തിങ് ഇസ് അഗെയിൻസ്റ്റ് യു ഹാവ് ടു ഡെഫിനറ്റ്ലി വർക്ക് ഫോർ ദാറ്റ്. ആൻഡ് വാട്ട് എവർ, അഗെയിൻ നമ്മളിനി നല്ലതാണെങ്കിലും മോശമാണെങ്കിലും there will be always there will be opposition from, let's say, family, friends, relatives, or something in the society. It will always be against you, and you have to work towards it, work really hard. There is no shortcut for that. Oru shortcut illa. If you want to be better in life, you have to work hard for that, and that is a bitter truth, literally. Ellarku ariyunnaayirikkum, but still I'm just saying that, because കാരണം വെച്ചാൽ നമ്മൾ എപ്പോഴും we have to believe that, at the end of the day, we have to go to bed really happy. That is also very important. എല്ലാ ദിവസവും നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മൾ ഇന്നത്തെ ദിവസം ഇനി ഒന്നും ചെയ്തില്ലെങ്കിലും when we go to bed, we have to make sure that, okay, we are at the peace of mind, because we have to be that person who push ourselves, be optimistic every single day, who say, okay, ഇന്ന് എന്നെ കൊണ്ട് ഇന്നതാണ് ചെയ്യാൻ പറ്റിയത്, but tomorrow I'll do this, I can do better, because there is always room for improvement. കാരണം വെച്ചാൽ നമ്മൾ എന്ത് കാര്യം എത്രത്തോളം പെർഫെക്ഷൻ എന്നുള്ള സംഭവം, ഐ തിങ്ക് ഇറ്റ്സ് നെവർ അച്ചീവബിൾ, ബിക്കോസ് ഈവൻ വി തിങ്ക് ഇറ്റ്സ് പെർഫെക്റ്റ്, ദർ ഈസ് ഓൾവേസ് റൂം ഫോർ ഇംപ്രൂവ്മെൻറ്റ് ഇൻ ദാറ്റ് ആസ് വെൽ. സോ ഓൾവേസ് ബിലീവ് ദാറ്റ് ദ ബെസ്റ്റ് ഓഫ് യു ഈസ് യെറ്റ് ടു കം, ആൻഡ് ദാറ്റ് ഈസ് അവർ നെക്സ്റ്റ് പോയിന്റ്. സോ ഇതൊക്കെയാണ് ബിക്കോസ് ആസ് ഐ ടോൾഡ്, ഇംപ്രൂവ്മെൻറ്റ് എന്നുള്ളത് ഇറ്റ്സ് നെവർ എൻഡിങ്. യു ക്യാൻ ഓൾവേസ് ഇംപ്രൂവ്, യു ക്യാൻ ഓൾവേസ് ഗെറ്റ് ബെറ്റർ ഇൻ ലൈഫ്. ഇന്ന് നിങ്ങൾ ഒന്ന് അച്ചീവ് ചെയ്തതിനാൽ നാളെ വി ഹാവ് അനദർ ചാൻസ്, അനദർ ഓപ്പർച്യൂണിറ്റി for going for the second, right? So there is always an improvement. So always remember that you and I, ഞാനും നിങ്ങളും നമ്മളൊക്കെ ചിന്തിക്കുന്നതിലൊക്കെ വളരെ അധികം മേലെയാണ്. അല്ലെങ്കിൽ you and I are more than what we think we really are. We have endless capabilities, we have endless, എന്താ പറയുക, നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ നമ്മുടെ പോസിബിലിറ്റീസ് അല്ലെങ്കിൽ നമ്മുടെ ലിമിറ്റ് എന്നുള്ളത് ഇറ്റ്സ് എൻഡ്ലെസ്. ആൻഡ് together, I think I'm saying this once again, together that is even beyond that. So in this 2022, we are going to rise, നമ്മളെല്ലാവരും മുന്നിട്ടിങ്ങനെ we are going to rise, we're just literally going to rise like a phoenix. Because നിങ്ങൾ വേറെ കാര്യം കൂടെ ചിന്തിക്കാനുണ്ടാവും, why we have to think about this today. അതിനുള്ള കാരണം എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഐ ഹവ് ഷെയർഡ് ദ സെയിം എക്സാക്ട് സൈക്കോളജി ബിഹൈൻഡ് ദാറ്റ് ഇൻ ദ എപ്പിസോഡ് കോൾ ആസ് ഹൗ ടു ഹാക്ക് യുവർ ബ്രെയിൻ, റൈറ്റ്? അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ദ സെയിം തിങ്. അതായത് നമ്മളൊരു കാര്യം ചെയ്യാമെന്ന് ഡിസൈഡ് ചെയ്യാം. ലെറ്റ്സ് സേ ഇന്ന ദിവസം നമ്മളൊരു കാര്യം ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ്, ബട്ട് ദാറ്റ് മൈറ്റ് ബി എ ന്യൂ തിങ്, ആൻഡ് നമ്മുടെ ബോഡി അതിനെക്കുറിച്ച് എപ്പോഴും ഒരു പിടിച്ചുവലി ഉണ്ടാവും. സോ ഇൻ ഓർഡർ ടു അവോയ്ഡ് ദാറ്റ്, ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ. നമ്മളിപ്പം ലെറ്റ്സ് സേ ഇന്ന് ബുധനാഴ്ചയാണ്, സോ തിങ്കളാഴ്ച നിങ്ങളൊരു കാര്യം ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ നമ്മൾ ഇന്ന് തന്നെ അതിനേക്കുള്ള സ്റ്റെപ്സ് തുടങ്ങുക. ലെറ്റ്സ് ഗെറ്റ് ഫെമിലിയർ ടു ദാറ്റ്. അപ്പോൾ നമ്മുടെ ബോഡി ഓട്ടോമാറ്റിക്കായിട്ട് അതിനോടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വരും, ആൻഡ് ഇറ്റ് വിൽ ബി ഈസി ഫോർ എസ് ടു മൂവ് ഓൺ വിത്ത് ദാറ്റ്. സോ ദാറ്റ്സ് വൈ വി ഹാവ് ടു തിങ്ക് ടുഡേ. മാത്രമല്ല, ജസ്റ്റ് 44 days are remaining, right? And also there is one more thing, that is ഈ 44 ദിവസം എന്നുള്ളത് ഇറ്റ്സ് വെരി വൈറ്റൽ ഫോർ ഓൾ ഓഫ് യു, ഓക്കെ? സോ ദാറ്റ് ഈസ് യു ഹാവ് ടു തിങ്ക് അബൌട്ട് 2021. നമ്മൾ ഈ 2021 എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചതെന്നുള്ളത് ജസ്റ്റ് റൈറ്റ് ഇറ്റ് ഡൗൺ. 100 പോയിൻ്റ് ആണെങ്കിൽ 100 പോയിൻറ്റ്, 5 ആണെങ്കിൽ 5, 1000 ആണെങ്കിൽ 1000 പോയിൻറ്റ്സ്. എത്ര കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു എന്നുള്ളത്, ഈവൻ ദ മൈന്യൂട്ട് തിങ്, ജസ്റ്റ് ഒരു നോട്ട്ബുക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം, എന്നിട്ട് ജസ്റ്റ് റൈറ്റ് ഇറ്റ് ഡൗൺ ആൻഡ് think of what and all things you have learned, how better of a person you are right now. എന്തൊക്കെ കാര്യങ്ങൾ as a person you have learned, നമ്മൾ എന്തൊക്കെ മിസ്റ്റേക്സ് ചെയ്തിട്ടുണ്ട് ഒക്കെ എഴുതി വെക്കുക. And that is definitely going to help you a lot in your long run. So നമ്മൾ എപ്പോഴും ചിന്തിക്കണം വെച്ചാൽ, as I told, 2020 was a good year for me. 2021 is even better, and I'm hoping to make 2022 even better than 2021. And that is what we all are trying to do, right? Whether it is personally, professionally, financially, emotionally, എന്ത് കാര്യമായിരുന്നാലും
right? So also there is one more request, because this is again a very important thing, because whatever we learn, we have to share it out. ഞാൻ എപ്പോഴും ബിലീവ് ചെയ്യുന്നത് വെച്ചാൽ, if you know something, you have to share it out. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം അറിയുകയാണെങ്കിൽ we have to tell others, okay, എനിക്ക് ഇന്നലെ കാര്യം, maybe don't make this mistake again, this might help you. Share it out, and if possible tag us also, because we can share it out again, right? സോ മാത്രമല്ല വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഐ ഹാവ് എ സ്പെഷ്യൽ ഗിഫ്റ്റ് ഫോർ ഓൾ ഓഫ് യു. ഇന്നത്തെ സ്പെഷ്യൽ എപ്പിസോഡിന് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ട്. ഈ ഒരു എപ്പിസോഡിൻ്റെ ഒരു കൈൻഡ് ഓഫ് ഷോ നോട്ട്സ് എന്നുള്ള സംഭവം ഞാനൊരു ബുക്കായിട്ട് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. സോ യു ക്യാൻ ഡൗൺലോഡ് ഇറ്റ് ഫോർ ഫ്രീ ഫ്രം ദ ലിങ്ക് ഇൻ മൈ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്തതിനാൽ നിങ്ങൾക്ക് ഫ്രീ ബുക്ക് ഡൗൺലോഡ് ചെയ്യാം. ആൻഡ് യു ക്യാൻ ഷെയർ ഇറ്റ് വിത്ത് എനിവൺ ആസ് വെൽ, ബിക്കോസ് ദാറ്റ് വിൽ ബിഗിൻ എ സ്മോൾ ഹാൻഡി സംതിങ് യു ക്യാൻ ടേക്ക് ഇറ്റ് എവറി സിംഗിൾ ടൈം ആൻഡ് മേ ബി റീഡ്, റൈറ്റ്? സോ യു ക്യാൻ ഡു ദാറ്റ്. സോ ഓൾസോ ഞാൻ പറഞ്ഞ പോലെ തന്നെ all these points I have learned from my guests and in this 2021. So I thank each and every single one of the guests we had so far. So in 2021 and 2022 we have bigger projects, bigger plans, and a lot more coming for all of you. Karanam, I believe that we are here to create a big difference for a lot of people, and because I would really love to live in a very beautiful world of my dreams, and I'm trying to create that along with you. And as always, I need your help, because നമ്മൾ എപ്പോഴും ഒരു മീഡിയോക്കർ ലൈഫ് ജീവിക്കണം ഒരാളല്ല. We deserve to be more, right? So let's go for it. മലയാളി പറക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, this is Rizwan Ramzan once again signing off. Thank you so much.